ഹായ്. ഇത് വാഹനാപകടം നടന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളമായിരിക്കുകയാണ്. ചന്തവിള കഴക്കൂട്ടം റോഡാണ്, ചന്തവിളയിൽ. ഇത് ഓടിച്ചിരുന്ന വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ഞാൻ മിക്ക ദിവസം പോകുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ റോഡിലിങ്ങനെ കിടക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ FIR തയ്യാറാക്കി കഴിഞ്ഞിട്ട് ആ വാഹനം അവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനം ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് നോക്കിക്കൊണ്ട് പോയിട്ട് പലരും അപകടത്തിൽപ്പെടുന്നതായിട്ടാണ് അറിവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇത് ടാർപ്പായിട്ട് മൂടുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് MPD അതുപോലെ ബന്ധപ്പെട്ടവർ വന്നിട്ട് ഒരു ടാർപ്പായിട്ട് മൂടിയിട്ട് ഇത് കവർ ചെയ്ത് വെക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ട് തന്നെ പലരും പല അപകടങ്ങളിലും പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൾഫ് കൺട്രികളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞ് ഒരാഴ്ച ഒരു ദിവസമല്ല, ഒരു ദിവസമോ 2 ദിവസമോ കിടക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ നീക്കങ്ങളുണ്ടായിട്ട് ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ച കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പലരും നോക്കിക്കൊണ്ട് പോയിട്ട് പല അപകടങ്ങളും പെടാനും ചാൻസ് ഉണ്ടാകും. ഇത് അശ്രദ്ധ കൊണ്ട് ഓടിച്ച് സംഭവിച്ചതാണോ ഇനി എന്താണെന്നറിയില്ല. എന്തായാലും ആൾ മരണപ്പെട്ട്. നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാവർക്കും വാഹനം ഓടിക്കുന്നവരാണ്, സൂക്ഷിച്ച് ഓടിക്കുക, അപകടങ്ങൾ കുറയ്ക്കുക. ഇതിപ്പം ആരുടെ ഭാഗത്താണ് തെറ്റെന്നറിയില്ല. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഒരു ലോറിയോ ബസ്സോ അങ്ങോട്ട് തട്ടിയാണെന്ന് പറഞ്ഞു. വാഹനങ്ങൾ പരമാവധി നമ്മൾ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, തിരക്കേറിയ റോഡാണ്, നിരവധി വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്, ഒരുപാട് വാഹനങ്ങളിങ്ങനെ പോകുന്ന മെയിൻ റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് നീക്കിയാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, വളരെ ഒരു വിഷമമുള്ളൊരു സംഗതിയാണ് ഇത് കാണുമ്പോഴേ. അപ്പോൾ ഇത് അധികാരികൾ ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇത് നീക്കാൻ ഉപയോഗമുണ്ടായാൽ വളരെ ഉപകാരമായിരിക്കും. ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.